മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വളരെയധികം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന വിഷയമെന്ന നിലയിൽ പൗരത്വ ഭേദഗതി നിയമം ഈ തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ പോരാട്ടത്തിനിറങ്ങുന്ന മലപ്പുറത്തും പൊന്നാനിയിലും CAA അടക്കമുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ ചർച്ചകളാകുന്നതും തെല്ലും യാദൃശ്ചികമല്ല. മുസ്ലിം സമുദായത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ പാർലമെന്റിലെത്തുമ്പോൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈക്കൊണ്ട സമീപനങ്ങൾ എന്തായിരുന്നുവെന്ന് ഈ മണ്ഡലങ്ങളിൽ വലിയ ചർച്ചകളാകുന്നുമുണ്ട്. മുസ്ലിങ്ങളുടെ സ്വത്ത് നിലപാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുമ്പോഴെല്ലാം അതിൽ നിന്നെല്ലാം ഒളിച്ചോടുകയായിരുന്നു UDF പ്രതിനിധികൾ എന്ന ആരോപണമാണ് ഇടതുചേരികൾ ഉയർത്തുന്നത്. അത് വാസ്തവവിരുദ്ധമാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ UDF കേന്ദ്രങ്ങളും നടത്തുന്നുണ്ട്. CAA വിഷയമുയർത്തി LDF സ്ഥാനാർത്ഥികളായ മലപ്പുറത്തെ വസീഫും പൊന്നാനിയിലെ KS ഹംസയും കളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. മുൻ ലീഗ് നേതാവ് കൂടിയായ ഇടതു സ്ഥാനാർത്ഥി KS ഹംസ ഉയർത്തുന്ന വാദഗതികൾ അക്ഷരാർത്ഥത്തിൽ മുസ്ലിം ലീഗിനെ പൊള്ളിക്കുന്നുണ്ട്. കാരണം ഏറെക്കാലം ലീഗിന്റെ സഹയാത്രികനായതിനാൽ അണിയറ രഹസ്യങ്ങൾ ഓരോന്നും ഹംസയ്ക്ക് മനപ്പാടമാണ്. വ്യക്തമായ തെളിവുകളോടെ ഹംസ ഉയർത്തുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ലീഗ് നേതാക്കൾക്ക് കഴിയാതെ പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രിക കേന്ദ്രീകരിച്ച് നടന്ന സാമ്പത്തിക ക്രമക്കേടുകളും അവിടെ നടന്ന ED റെയ്ഡുമൊക്കെ ഹംസ ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ആരോപണ വിധേയനായതും തുടർന്ന് രോഗം മൂർച്ഛിച്ച് മരിച്ചതുമെല്ലാം KS ഹംസയിലൂടെ തെരുവുകളിൽ വരെ തുറന്ന ചർച്ചയാകുമ്പോൾ ലീഗ് നേതാക്കളെ അത് വല്ലാതെ പൊള്ളിക്കുന്നുണ്ട്. പൗരത്വ ബിൽ പരിഗണനയ്ക്ക് വന്നപ്പോൾ ലീഗ് MPമാർ ഒളിച്ചു കളിക്കുകയായിരുന്നു. NIA ബില്ലിലാകട്ടെ അവർ വോട്ട് പോലും ചെയ്തില്ല. മുത്തലാഖ് ബില്ല് വന്നപ്പോൾ ലീഗ് MP പാർലമെന്റിൽ പോകാതെ കല്യാണം കൂടാനാണ് പോയത്. എന്താണ് ഇതിനു പിന്നിലെ ഒത്തുകളി എന്ന് ചോദിക്കേണ്ടേ? ഈ വിധത്തിലാണ് ലീഗിനെതിരെ ഹംസയുടെ കടന്നാക്രമണം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വേളയിൽ ലീഗ് MPമാർ നടത്തിയ ഒത്തുകളി രാഷ്ട്രീയവും ഇടത് സ്ഥാനാർത്ഥി ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. BJPയുമായുള്ള രഹസ്യ ചർച്ചകൾക്ക് ശേഷമാണ് ലീഗ് MPമാർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതെന്ന ഗുരുതര ആരോപണമാണ് ഹംസ ഉയർത്തുന്നത്. വെങ്കയ്യ നായിഡുവിനെതിരെ വോട്ട് ചെയ്യാൻ പോയവർ വിമാനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിഷ്കളങ്കരായ ലീഗ് അണികളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് ഹംസ തുറന്നടിക്കുന്നു. അന്ന് ലീഗ് കമ്മിറ്റിയിൽ ഇതിനെതിരെ രംഗത്ത് വന്നത് താനാണെന്നും ഇടതു സ്ഥാനാർത്ഥി പറയുമ്പോൾ വ്യക്തമായ മറുപടികളില്ലാതെ വിഷമിക്കുകയാണ് UDF നേതൃത്വം. മലപ്പുറവും പൊന്നാനിയും ലീഗിന്റെ ശക്തമായ കോട്ടകളാണ്. എന്നാൽ സമീപകാലത്തായി മണ്ഡലത്തിലെ അടിയൊഴുക്കുകളിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് നൽകിയിരുന്ന ഇവിടങ്ങളിൽ ഇപ്പോൾ ഭൂരിപക്ഷത്തിലുണ്ടാകുന്ന ഇടിവ് നൽകുന്ന സൂചനയും മറ്റൊന്നല്ല. മലപ്പുറത്ത് വസീഫിനും പൊന്നാനിയിൽ ഹംസയ്ക്കും മണ്ഡലത്തിലുടനീളം ഇളക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. മതാധിഷ്ഠിത വൈകാരിക പ്രകടനങ്ങൾക്ക് പകരം വ്യക്തമായ രാഷ്ട്രീയ ചർച്ചകൾ അരങ്ങേറുന്നിടമായി ഈ മണ്ഡലങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. മലപ്പുറം ജില്ല പോലെ UDFന്റെ ഉറച്ച കോട്ടയിൽ ഈ വിധത്തിൽ വെല്ലുവിളി ഉയർത്താൻ ഇടതു കേന്ദ്രങ്ങൾക്ക് കഴിയുന്നതുകൊണ്ടാണ് ഇവിടം ചർച്ചാ കേന്ദ്രമായി മാറുന്നതും.